ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം അവൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം, സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. എന്താണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകൾ പറയുക, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ ചെയ്യുക, അള്ളാഹു തആല വെറുക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഉപേക്ഷിക്കുക. അതാണ് ഇബാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. എത്ര കണ്ട് ഈ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതം വിജയമാണ്. എത്രത്തോളം ഈ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ അകലുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതം പരാജയമാണ്. എങ്ങനെയാണ് ഈ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ അകലുക? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, മാസിയത്തുകൾ, പാപങ്ങൾ, അതാണ് ഈ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന കാര്യങ്ങൾ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തൊക്കെ വാക്കുകൾ നമ്മൾ പറയുന്നു, എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു, അത് നമുക്ക് ജീവിതത്തിൽ തീരാ നഷ്ടങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം ഇബാദത്താണെങ്കിൽ, അള്ളാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ, ആ അനുസരണയിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ, അതുണ്ടാക്കുന്ന നഷ്ടങ്ങൾ വളരെ അടിസ്ഥാനപരമായ നഷ്ടങ്ങളായിരിക്കും, വലിയ ഭീകരമായ നഷ്ടങ്ങളായിരിക്കും. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പരിശോധിച്ചാൽ, മാസിയത്തുകൾ കൊണ്ട്, പാപങ്ങൾ കൊണ്ടുണ്ടാകുന്ന ധാരാളം ദോഷങ്ങളെക്കുറിച്ച്, അപകടങ്ങളെക്കുറിച്ച്, ലക്ഷണക്കേടിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും വിശദീകരിച്ചു തന്നത് നമുക്ക് കാണാം. അതിലൊന്നാമത്തെ നഷ്ടം, പാപങ്ങൾ കൊണ്ട്, തെറ്റുകൾ കൊണ്ട്, തിന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ നാശമെന്ന് പറയുന്നത് നമുക്ക് ഹിദായത്ത് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അല്ലാഹു തആല അവൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് നമ്മെ മുസ്ലിമീങ്ങളാക്കി, സുന്നത്ത് പിന്തുടരുന്നവരാക്കി എന്നുള്ളത്. ഇത് നഷ്ടപ്പെടാൻ ഒരു പക്ഷേ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്, മാസിയത്തുകൾ ചെയ്യുന്നത് കാരണമായേക്കാം. അല്ലാഹു തആല പറഞ്ഞു, സഅസ്രിഫു അൻ ആയാതി, എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, ആയത്തുകളിൽ നിന്ന്, വിശുദ്ധ ഖുർആന്റെ ആശയത്തിൽ നിന്ന് ഞാൻ തെറ്റിച്ചു കളയും. അല്ലദീന യതകബ്ബറൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, യാതൊരു ന്യായവുമില്ലാതെ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾ. കിബർ എന്ന് പറയുന്നത് ഒരു മാസിയത്താണ്, മനസ്സുകൊണ്ട് ചെയ്യുന്ന മാസിയത്താണ്. ഞാൻ വലിയവനാണെന്നുള്ള ചിന്ത, ഹക്ക് കണ്ടാൽ അത് പറഞ്ഞു തന്നവൻ ചെറിയവനാണ് എന്നത് കാരണം അങ്ങനെ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് അത് തള്ളിക്കളയുക, മറ്റുള്ളവർ നിസ്സാരക്കാരായി കാണുക, പുച്ഛിക്കുക. ഈ സ്വഭാവം, ഖിബർ, അത് മനസ്സുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്നൊരു മാസിയത്താണ്. ഖൽബ് കൊണ്ട് ചെയ്യുന്ന മാസിയത്തുകൾ അധികവും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ അതിൻ്റെ അടയാളങ്ങൾ ബാഹ്യമായി പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പക്ഷേ ഖൽബ് കൊണ്ട് ചെയ്യുന്ന, മനസ്സിൽ വരുന്ന ഇത്തരം മാസിയത്തുകളാണ്, പാപങ്ങളാണ് മറ്റുള്ള ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന മറ്റു പാപങ്ങളെക്കാൾ ഗുരുതരമായിട്ടുള്ളത്. സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, അന്യായമായി അഹങ്കരിക്കുന്ന ആളുകളെ എൻ്റെ ആയത്തുകളിൽ നിന്ന് നാം തെറ്റിച്ചു കളയും. അങ്ങനെ തെറ്റിച്ചു കളഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക? വഇൻ യറൗ കുല്ല ആയത്തിൻ ലാ യുഅ്മിനൂ ബിഹാ, എത്ര ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും, അള്ളാഹുവിൻ്റെ ആയത്തുകൾ എത്ര ഓതിക്കേൾപ്പിച്ചാലും അവരതിൽ വിശ്വസിക്കുകയില്ല. വഇൻ യറൗ സബീല റുഷ്ദി ലാ യത്തഖിദൂഹു സബീല, സന്മാർഗം അവരുടെ മുന്നിൽ പ്രത്യക്ഷത്തിൽ കണ്ടാലും, ഇതാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടാലും, ലാ യത്തഖിദൂഹു സബീല, അവർ സത്യം സ്വീകരിക്കുകയില്ല, സന്മാർഗത്തിൽ പ്രവേശിക്കുകയില്ല. വഇൻ യറൗ സബീലൽ ഗയ്യി യത്തഖിദൂഹു സബീല, തിന്മകൾ, വഴികേടുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ബിദ്അത്തുകൾ, ദലാലത്തുകൾ, അത് കണ്ടാൽ അവർ എടുത്തുചാടി അത് പിന്തുടരുകയും ചെയ്യും. ഇങ്ങനെ അള്ളാഹു തആല ഹിദായത്ത് എന്ന് പറയുന്ന വലിയ നിഅമത്ത് എടുത്തു കളയാൻ മാസിയത്തുകൾ കാരണമാകും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു അപകടമാണ്, ഒരു മാസിയത്ത്, ഒരു പാപം നമ്മൾ ചെയ്താൽ അതിലവിടെ അവസാനിക്കുകയില്ല. ആ പാപം അടുത്ത പാപത്തെ ക്ഷണിച്ചു വരുത്തും. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ, അൽ മഅസിയത്തു തദ്ഉ ഉഖ്തഹ, പാപങ്ങൾ, ഒരു പാപം അതിൻ്റെ സഹോദരിയെ വിളിച്ചു വരുത്തും. ഒരു പാപം ചെയ്താൽ അടുത്തത് ചെയ്യാനുള്ള പ്രേരണ നമ്മുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅമ്മാ മൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന, ആരാണോ സമ്പത്ത് ചെലവഴിക്കാതെ പിശുക്ക് കാണിച്ചത്, അതുപോലെ താനെല്ലാം തികഞ്ഞവനാണ് എന്നുള്ള ചിന്തയുണ്ടായത്, വകദ്ദബ ബിൽ ഹുസ്ന, അതുപോലെ അല്ലാഹു തആല പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസ കാര്യങ്ങൾ, അദൃശ്യത്തിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, അതൊക്കെ അവിശ്വസിച്ചത്, നിഷേധിച്ചത്,
ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, അവന് ഈ നിഷേധവും പിശുക്കും ഇതുപോലെ മറ്റു പാപങ്ങളും നാം വർദ്ധിപ്പിച്ചു കൊടുക്കും, എളുപ്പമാക്കി കൊടുക്കും. ലിൽ ഉസ്റ, അങ്ങനെ അവസാനം അവൻ നരകത്തിലെത്തിക്കുന്നത് വരെ അവന്റെ ആ വഴി, നരകത്തിലേക്കുള്ള വഴി നാം എളുപ്പമാക്കി കൊടുക്കും. ഇതാണ് പാപത്തിന്റെ അപകടം. ഒരു ചെറിയ പാപത്തിൽ തുടങ്ങും, അത് പിന്നെ അതിനേക്കാൾ വലുതിലേക്ക്, അതിലും വലുതിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. നമ്മൾ സാധാരണ കാണുന്നതാണ്. വലിയ വലിയ പാപങ്ങൾ ചെയ്ത്, ഒരുപക്ഷെ കൊലപാതകമോ അതുപോലെ അതിനേക്കാൾ വലിയ പാപങ്ങളോ ചെയ്യുന്ന ആളുകൾ, അവരുടെ തുടക്കം വളരെ ചെറിയൊരു തെറ്റിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദുനിയാവിലും ബർസഖിലും നാളെ ആഖിറത്തിലും നമ്മുടെ ജീവിതം അത് ഞെരുക്കമുള്ളതാക്കും, കുടുസായതാക്കും, നമ്മുടെ മനസ്സിന് വിശാലതയില്ലാതെയാക്കും പാപങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അഅറദ അൻ ദിക്രി, ആരാണോ എന്റെ ഉത്ബോധനം വിട്ട് തിരിഞ്ഞു കളയുന്നത്. അല്ലാഹു ഉത്ബോധിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നന്മകളാണ്, അത് വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്താൽ വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക, അവന്റെ ജീവിതം ഞെരുക്കമായിരിക്കും. അല്ലാഹു തആല അവന് മനസ്സിന് സമാധാനം നൽകുകയില്ല. പാപങ്ങൾ ചെയ്തതുകൊണ്ട് ഒരാൾക്കും മനസ്സിന് സമാധാനം ഉണ്ടാവുകയില്ല. തുടക്കത്തിൽ മാത്രം പിശാച് ഒരു സന്തോഷവും സംതൃപ്തിയും ആസ്വാദനവും ഒക്കെ പാപത്തിൽ തോന്നിപ്പിക്കും. ഒരു കവി പറഞ്ഞതുപോലെ, വകഅസൻ ശരിബ്തു അലാ ലദ്ദത്തിൻ വഉഖറ തദാവൈതു മിൻഹാ ബിഹാ, ആദ്യത്തെ ഒരു കപ്പ് കള്ള് അത് ഞാൻ ആസ്വദിച്ചു കുടിച്ചു, പിന്നീട് കുടിച്ചതെല്ലാം ആ ഒന്നാമത്തെ ആ കപ്പിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി, അതുകൊണ്ടുണ്ടായ നഷ്ടബോധം അത് മറക്കാൻ വേണ്ടിയാണ് കുടിച്ചത്. ഇങ്ങനെയാണ് എല്ലാ പാപങ്ങളുടെയും അവസ്ഥ. ആദ്യം ഒന്നാസ്വദിക്കും, പിന്നീട് അല്ലാഹു തആല അവൻ നൽകുക കടുത്ത ശിക്ഷയായിരിക്കും. ദുനിയാവിൽ തന്നെ മനസ്സിന് സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കും. എത്ര ആളുകളാണ് പാപങ്ങളിൽ മുങ്ങിക്കുളിച്ച് അവസാനം ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കുന്നത്. ഈ ആയത്ത് അത് ദുനിയാവിലും ആഖിറത്തിലും ബാധകമാണ്. ധാരാളം സലഫുകൾ ഈ ആയത്ത് വിശദീകരിച്ചിട്ടുള്ളത് മഈശത്തുൻ ദൻക എന്ന് പറഞ്ഞത് ഖബറിലെ ഞെരുക്കത്തെക്കുറിച്ചാണ്. ഇപ്പൊ ദുനിയാവിലും ബർസഖിലും നാളെ ആഖിറത്തിലും പാപികളുടെ ജീവിതം ഞെരുക്കമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വിശദീകരിക്കുന്നു വിശുദ്ധ ഖുർആനിൽ, എന്തൊക്കെ മുസീബത്തുകൾ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ അതെല്ലാം സംഭവിക്കുന്നത് പാപങ്ങളിലൂടെയാണ്. അല്ലാഹു തആല പറയുന്നു, അവലമ്മ അസാബത്കും മുസീബത്തുൻ ഖദ് അസബതും മിസ്ലൈഹാ ഖുൽതും അന്ന ഹാദാ, നിങ്ങൾക്കൊരു മുസീബത്ത് ബാധിച്ചപ്പോൾ ഇതെവിടെ നിന്നുണ്ടായി എന്ന് നിങ്ങൾ ചോദിക്കുന്നു, എന്താണ് ഇതിന്റെ കാരണം എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നു. ഈ ആയത്ത് ഇറങ്ങുന്നത് ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ്. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി, പലരും കൊല്ലപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്കുപറ്റി, അവിടുന്ന് മരണപ്പെട്ടു എന്ന വാർത്ത പ്രചരിച്ചു. ഇതെല്ലാം മുസ്ലിമീങ്ങൾക്ക് അങ്ങേയറ്റം വിഷമം ഉണ്ടാക്കി. അവരിങ്ങനെ ചിന്തിച്ചു, ഇതെങ്ങനെയുണ്ടായി? നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജിഹാദ് ചെയ്യാൻ ഇറങ്ങിയവരാണ്, ഇസ്ലാമിന്റെ സംരക്ഷകരാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, എന്നിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അല്ലാഹു തആല പറയുന്നു, അവലമ്മ അസാബത്കും മുസീബത്തുൻ ഖദ് അസബതും മിസ്ലൈഹാ ഖുൽതും അന്ന ഹാദാ ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പറഞ്ഞു കൊടുക്കുക, അത് നിങ്ങളുടെ നഫ്സിൽ നിന്നുള്ളതാണ്, നിങ്ങൾ തന്നെയാണ് ഇതിന് കാരണക്കാർ. സഹാബത്ത് ചെയ്തത് വളരെ ചെറിയൊരു തിന്മയായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ മലമുകളിൽ നിന്ന് ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞ ആ കൽപ്പന അവർ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അത് ധിക്കരിച്ചു പോയി. ആ അനുസരണക്കേട്, ചെറിയൊരു തിന്മ, അത് കാരണമാണ് ഈ മുസീബത്തുണ്ടായത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മുസീബത്തുകൾ ഉണ്ടാകുന്നുവോ നമ്മളതിന് പല കാരണങ്ങളും കണ്ടെത്തും. നമ്മൾ പലരെയും കുറ്റപ്പെടുത്തും, പലതരത്തിൽ വിശകലനം ചെയ്യും. എനിക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം ഇന്നതൊക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല. ഒരൽപ്പം നമ്മൾ പുറകോട്ട് ചിന്തിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ യാതൊരു സംശയവും ഉണ്ടാവുകയില്ല, പാപങ്ങളായിരിക്കും മുസീബത്തുകൾക്ക് കാരണം എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അല്ലാഹു തആല ഒരു പാപിയെ ശിക്ഷിക്കുന്ന മറ്റൊരു രൂപം അവന്റെ റിസ്ക് തടഞ്ഞുകൊണ്ടാണ്. ദുനിയാവിലെ വിഭവങ്ങൾ, ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തുമാകട്ടെ, സമ്പത്തും സന്താനങ്ങളും ആരോഗ്യവും, ഇങ്ങനെ അല്ലാഹു റിസ്ക്കായി നൽകുന്ന കാര്യങ്ങൾ പാപങ്ങൾ കാരണം തടയപ്പെടാൻ സാധ്യതയുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ, ആ നാട്ടുകാർ അല്ലെ ഒരുപാട് സമുദായങ്ങൾ നശിപ്പിച്ച കഥകൾ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുകയാണ് സൂറത്തുൽ അറാഫിൽ, മുൻഗാമികളായ പല ഖൗമുകളുടെയും നാശത്തിന്റെ ചരിത്രം പറഞ്ഞിട്ട് പറയുകയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറ, ഈ നാട്ടുകാരെല്ലാം ആമനു വത്തഖൗ, അവർ മുഅ്മിനീങ്ങളാവുകയും തഖ്വ പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, പാപങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചിരുന്നെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് ബറക്കത്ത് നാം വർഷിപ്പിക്കുമായിരുന്നു, അവർക്ക് ആവശ്യമായ റിസ്ക് നാം ഇറക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ അവരുടെ പാപങ്ങൾ കാരണം അല്ലാഹു അവരെ ശിക്ഷിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ അല്ലാഹു തആല ദുനിയാവിൽ ശത്രുക്കൾക്കെതിരിൽ പരാജയം നൽകും. അല്ലേ, മുഅ്മിനീങ്ങളും മുശ്രിക്കുകളുമായുള്ള പ്രശ്നങ്ങളിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപദ്രവങ്ങൾ, അതിന് മുസ്ലിമീങ്ങളുടെ പാപങ്ങൾ കാരണമാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പാപത്തിന് ഒരു ശിക്ഷയായി, പരീക്ഷണമായി ദുനിയാവിൽ തന്നെ ശത്രുക്കളുടെ കൈകൊണ്ട് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലദീന തവല്ലൂ മിൻകും, ഉഹദ് യുദ്ധത്തെക്കുറിച്ച് തന്നെ പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ അന്ന് തിരിഞ്ഞുപോയി ഉഹദ് യുദ്ധത്തിൽ. ഇന്നമസ്തസല്ലഹുമുശ് ശൈത്താൻ,
അവർ തിരിഞ്ഞു പോകാനും അങ്ങനെ യുദ്ധത്തിൽ പരാജയമുണ്ടാകാനും കാരണം ഇന്നമസ്തസല്ലഹുമു ശൈത്താനു ബിബഅദി മാ കസബു, അവർ ചെയ്ത ചില പാപങ്ങൾ കാരണമാണ്, അവർ ചെയ്ത ചില തിന്മകൾ കാരണമാണ് അവർ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞു പോവുകയും പരാജയമുണ്ടാകാൻ കാരണമായതും. അതുപോലെ അല്ലാഹു തആല ഹുനൈൻ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു, വയൗമ ഹുനൈനിൻ ഇദ അജബത്കും കസ്റത്തുക്കും. ഹുനൈൻ യുദ്ധത്തിന്റെ ദിവസം, മക്ക ഫതഹായതിനു ശേഷം ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ പങ്കെടുത്ത യുദ്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്തിൽ. അവിടുന്ന് ജീവിച്ചിരിപ്പുള്ളപ്പോൾ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ സഹാബത്ത് പങ്കെടുത്ത യുദ്ധമാണ്. ഇത്രയും അധികം ആളുകളുമായി യുദ്ധത്തിന് പുറപ്പെടുന്നത് അത് അവരിൽ ചെറിയൊരു ഉജുബുണ്ടാക്കി. ചില ആളുകൾക്ക് സ്വയം മതിപ്പ് തോന്നി, ഇത്രയും ആളുകളുണ്ട്. ലൻ നുഹ്സമൽ യൗമ മിൻ ഖില്ല, ഇന്ന് നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല, എണ്ണക്കുറവ് കൊണ്ട് നമ്മൾ പരാജയപ്പെടുകയില്ല എന്ന് ചിലർ പറഞ്ഞു. എല്ലാവരുമല്ല, കൂട്ടത്തിൽ ചിലർ. എന്ത് സംഭവിച്ചു? വയൗമ ഹുനൈൻ ഇദ അജബത്കും കസ്റത്തുകും വലം തുഗ്നി അൻകും ഷൈഅ, അതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായില്ല. വദാഖത് അലൈക്കും അൽഅർദു ബിമാ റഹബത് സുമ്മ വല്ലൈതും മുദ്ബിരീൻ, നിങ്ങൾ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥയുണ്ടായി. അല്ലാഹു തആല പരാജയം അവർക്ക് കാണിച്ചു കൊടുത്തു. പിന്നീട് അവൻ സഹായിക്കുകയും വിജയിക്കുകയും ചെയ്തു. പരാജയത്തിന്റെ വക്കിലെത്തി സഹാബത്ത്. എണ്ണപ്പെരുപ്പത്തിന്റെ പേരിൽ ഒരു ചെറിയ അഹങ്കാരം അവർക്കുണ്ടായപ്പോൾ അതൊരു തിന്മയാണ്. റുജുബ് എന്ന് പറയുന്നത് നമുക്ക് നമ്മെക്കുറിച്ച് മതിപ്പ് തോന്നുക, ഞാൻ എന്തിനും പോന്നവനാണ്, എന്റെ ശക്തിയിൽ എനിക്ക് മതിപ്പുണ്ടാവുക, അള്ളാഹുവിന്റെ സഹായത്തെക്കുറിച്ച് മറന്നുപോവുക, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് നമ്മൾ എന്ന ബോധം അത് നഷ്ടപ്പെടുക എന്നുള്ളത് അതൊരു പാപമാണ്. അതിനുള്ള ശിക്ഷയായിക്കൊണ്ട് യുദ്ധത്തിൽ പരാജയത്തിന്റെ വക്കിലെത്തുന്ന അവസ്ഥ അള്ളാഹു തആല അവർക്ക് ഉണ്ടാക്കി. ഇങ്ങനെ ധാരാളം പല വിധത്തിലുള്ള മുസീബത്തുകൾ, പല രൂപത്തിലുള്ള നഷ്ടങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് കൊണ്ടുണ്ടാകും. പലതരത്തിലുള്ള ശിക്ഷകൾ അള്ളാഹു പാപികൾക്ക് നൽകിയിട്ടുണ്ട്. യഹൂദികൾ അവർ അള്ളാഹുവിനെ ധിക്കരിച്ചവരാണ്, അള്ളാഹുവിന്റെ അമ്പിയാക്കളെ മുർസലീങ്ങളെ കൊന്നുകളഞ്ഞവരാണ്. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ ഉമ്മാക്കെതിരെ, മറിയം അലൈഹിസ്സലാമിനെതിരെ ആരോപണം പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ ശ്രമിച്ചു. അള്ളാഹു തആല അവർക്ക് പല രൂപത്തിലുള്ള ശിക്ഷകൾ നൽകി. അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞു, ഫബിദുൽമിൻ മിനല്ലദീന ഹാദു ഹറംനാ അലൈഹിം തയ്യിബാത്തിൻ ഉഹില്ലത് ലഹും, യഹൂദികൾക്ക് അവർ ചെയ്ത ദുൽമിന്റെ ഫലമായി അവർക്ക് നൽകിയിരുന്ന പല തയ്യിബാത്ത്, നല്ല വസ്തുക്കളും റിസ്ക്കും അള്ളാഹു എടുത്തു കളഞ്ഞു. പലതും അവർക്ക് ഹറാമാക്കി, പല ഭക്ഷണവും കഴിക്കരുത് എന്ന് അള്ളാഹു അവരെ വിലക്കി. ഇങ്ങനെയുള്ള ശിക്ഷകൾ അള്ളാഹു അവർക്ക് നൽകി. അതുപോലെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഭയപ്പെട്ട ഒരു കാര്യമാണ് മുസ്ലിം ഉമ്മത്തിലുണ്ടാകുന്ന ഭിന്നിപ്പ്. നമ്മൾ ഇന്ന് ധാരാളം കാണുന്നതും വളരെയധികം ദുഃഖിക്കുന്നതും പരാതി പറയുന്നതും വിഷമിക്കുന്നതുമായ കാര്യമാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഭിന്നിപ്പ്. ഈ ഭിന്നിപ്പിന്റെ പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ തിന്മകളാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തിന്മകൾക്കനുസരിച്ച് മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പുകൾ കൂടിക്കൊണ്ടിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളും ഏറ്റുമുട്ടലും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പാപങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും സ്വയം സംസ്കരിച്ചാൽ, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തിന്മകൾ അല്പം കുറക്കാൻ നമുക്ക് സാധിച്ചാൽ, മുസ്ലിം ഉമ്മത്തിൽ ഹക്കിന്റെ അടിസ്ഥാനത്തിൽ, ശരിയായ ദീനിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഐക്യമുണ്ടാകാൻ അത് കാരണമാകും. അല്ലാഹു തആല ബനു ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞതെന്താണ്? വമഖ്തലഫല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യൻ ബൈനഹും, അവർക്ക് വ്യക്തമായ അറിവ് കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അമ്പിയാക്കൾ അവരിൽ നിയോഗിച്ചു. ഈ ഉമ്മത്തിൽ, നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ പണ്ഡിതന്മാർ എത്രയധികമുണ്ടോ അത്രയും അമ്പിയാക്കൾ മുൻകാലത്തുണ്ടായിരുന്നു. ബനു ഇസ്രായേലിൽ അള്ളാഹു അവരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇത്രയും അമ്പിയാക്കൾ ഉണ്ടായിട്ട്, റസൂലുമാരുണ്ടായിട്ട് അവർ പഴിച്ചു പോകാൻ കാരണം എന്താണ്? ബഗ്യൻ ബൈനഹും, അവർക്കിടയിലുള്ള ബഗയാണ് കാരണം. ബഗി എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള കിടമത്സരം, പരസ്പരമുള്ള മറ്റുള്ളവനെ തോൽപ്പിക്കണമെന്നുള്ള മത്സരബുദ്ധി, ദുനിയാവിന്റെ കാര്യത്തിൽ, അധികാരത്തിന്റെ കാര്യത്തിലുള്ള മത്സരബുദ്ധി. അതാണ് അവർ നശിച്ചു പോകാനുള്ള കാരണം, അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാനുള്ള കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ താക്കീത് ചെയ്തിട്ടുള്ള പാപങ്ങളുടെ, മാസിയത്തുകളുടെ, അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ പരിഗണിക്കാതെ ജീവിക്കുന്നതിന്റെ അപകടങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങളാണിത്. നമ്മൾ പഠിച്ച ഇൽമ് മറന്നുപോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ നിഅമത്താണ് ഇൽമെന്ന് പറയുന്നത്. അത് നമുക്ക് നഷ്ടമായി പോകും. അല്ലാഹു തആല പറയുന്നു, വത്ലു അലൈഹിം നബഅല്ലദി ആതൈനാഹു ആയാതിന, നാം നമ്മുടെ ആയത്തുകൾ, വഹി അത് പഠിപ്പിച്ചു കൊടുത്ത, വഹയിന്റെ ഇൽമ് നൽകിയ, നാഫിആയ ഉപകാരപ്രദമായ ഇൽമ് നൽകിയ ഒരാളുടെ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കുക. വത്ലു അലൈഹിം നബഅല്ലദി ആതൈനാഹു ആയാതിന ഫൻസലഖ മിൻഹാ, അങ്ങനെ ആ ആയത്തുകളിൽ നിന്ന് അവൻ ഊരിപ്പോയി. അഥവാ അള്ളാഹു അവന് നൽകിയ ഇൽമ് അത് അവൻ അമല് ചെയ്തില്ല, അത് പിന്തുടർന്നില്ല, അത് ജീവിതത്തിൽ പ്രയോഗിച്ചില്ല. ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു അശ്ശൈത്താനു ഫകാന മിനൽ ഗാവീൻ, ശൈത്താൻ അവനെ പിന്തുടർന്നു, കൂടുതൽ പിഴപ്പിച്ചു. ഫകാന മിനൽ ഗാവീൻ, അവൻ വഴിപിഴച്ചു പോയി. അള്ളാഹു നൽകിയ ഇൽമ് അത് അള്ളാഹു എടുത്തു കളഞ്ഞു. വലൗ ശിഅനാ ലറഫഅനാഹു ബിഹാ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ ഇൽമു കൊണ്ട് അവനെ ഉയർത്തുമായിരുന്നു. ആ ഇൽമിന്റെ ഉപകാരം അവന് ദുനിയാവിലും ആഖിറത്തിലും കിട്ടുമായിരുന്നു. പക്ഷേ വലകിന്നഹു അഖ്ലദ ഇലൽ അർദി വത്തബഅ ഹവാ, അവൻ ഭൂമിയിലേക്ക് താഴ്ന്നുപോയി. അഥവാ അവന്റെ ലക്ഷ്യം
ദുനിയാവിലെ സുഖങ്ങൾ മാത്രമായി. വത്തബഅ ഹവാഹു, അവന്റെ ദേഹേച്ഛ അവൻ പിന്തുടർന്നു. ഫമസലുഹു കമസലിൽ കൽബ്, ഒരു നായയുടെ ഉപമയാണ് അവന്റെ കാര്യത്തിൽ പറയാനുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ അത്രയും ഉയർന്ന സ്ഥാനം അല്ലാഹു നൽകിയിട്ട്, വലിയ ഇൽമ് നൽകിയിട്ട്, അല്ലാഹു ആദരിച്ച ശർഈയ ഇൽമു നൽകിയിട്ട് അതനുസരിച്ച് അമൽ ചെയ്യാത്തവൻ, മാസിയത്തുകൾ ഉപേക്ഷിക്കാത്തവൻ, അവൻ സംഭവിച്ചത് എന്താണ്? ഫൻസലഖ മിൻഹ, ആ ഇൽമിൽ നിന്ന് അവൻ ഊരിപ്പോയി. വലകിന്നഹു അഖ്ലദ ഇലൽ അർദ്, അവൻ ഭൂമിയിലേക്ക് താഴ്ന്നു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇൽമ് അവൻ ഉപകരിച്ചില്ല. അപ്പോൾ ഇൽമ് നഷ്ടപ്പെട്ടു പോകും. അത് പാപങ്ങളുടെ ഫലമാണ്, പാപങ്ങൾ കൊണ്ടുണ്ടാകുന്ന നാശമാണ്. അതുപോലെ സഹോദരങ്ങളെ, ഭരണാധികാരികൾ അക്രമികളായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികൾക്ക് നൽകുന്ന ശിക്ഷയാണ് അക്രമികളായ ഭരണാധികാരികളെ കൊണ്ട് ശിക്ഷിക്കുക എന്നുള്ളത്. അല്ലെ, നമ്മൾ ഇന്ന് വളരെയധികം പേടിക്കുന്ന കാര്യമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അക്രമികളായ ഭരണാധികാരികളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കോടാനുകോടി മുസ്ലിമീങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മൾ പല കാരണങ്ങളും പറയും, പലതരത്തിലും വിശകലനം ചെയ്യും, പല പരിഹാരങ്ങളും നിർദ്ദേശിക്കും. പക്ഷേ അടിസ്ഥാനപരമായ കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകദാലിക നുവല്ലി ബഅ്ദ ബഅ്ദാ ബിമാ കാനൂ യക്സിബൂൻ. അപ്രകാരം അക്രമികളെ മറ്റുള്ള അക്രമികൾക്ക് ഭരണാധികാരികളായി, അധികാരമുള്ളവരായി നാം നിയോഗിക്കും. എന്ത് കാരണം? ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തിരുന്ന പാപങ്ങൾ കാരണം. ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം, ഉമ്മാലുക്കും അഅ്മാലുക്കും, നിങ്ങൾക്ക് മേൽ വരുന്ന ഭരണാധികാരികൾ, നിങ്ങളുടെ മേൽ അധികാരം കൈയാളുന്നവർ, പുതുതായി വരുന്ന ഭരണാധികാരികൾ, അഅ്മാലുക്കും, നിങ്ങളുടെ അമലുകളാണ്. നിങ്ങളുടെ അമലുകൾ എപ്രകാരമാണോ അപ്രകാരമുള്ള ഭരണാധികാരികളാണ് നിങ്ങൾക്ക് കിട്ടുക. സഹാബത്തിന്റെ കാര്യം നമുക്കറിയാം, എത്ര നല്ലവരായിരുന്നു സഹാബത്ത്. അവരുടെ ഭരണാധികാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അതുപോലെ സംഭവിക്കും. നമ്മുടെ അമലുകൾ നന്നാവുന്നതിനനുസരിച്ച് അല്ലാഹു തആല ഭരണാധികാരികളുടെ മനസ്സിൽ നമ്മളോട് റഹ്മത്തുണ്ടാക്കും. ഇത് പാപത്തിന്റെ വലിയൊരു അപകടമാണ്. പാപങ്ങൾ ഉപേക്ഷിച്ചാലുള്ള വലിയ ലാഭമാണ്, വലിയ നേട്ടമാണ്. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളായ ഭരണാധികാരികളെ എടുത്തുമാറ്റി നീതിമാന്മാരായ ഭരണാധികാരികളെ നിയോഗിക്കും എന്നുള്ളത്. ഇതെല്ലാം ഉദാഹരണങ്ങൾ മാത്രം. ഇതുപോലെ ധാരാളം അപകടങ്ങൾ, മുസീബത്തുകൾ, ചുരുക്കി പറഞ്ഞാൽ നമ്മെ ബാധിക്കുന്ന ദുനിയാവിലെയും ആഖിറത്തിലെയും എന്തൊക്കെ നഷ്ടങ്ങളുണ്ടോ, ദോഷങ്ങളുണ്ടോ, അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണങ്ങൾ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ചെയ്യുന്ന, നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന, നമ്മുടെ ഓരോ അവയവങ്ങൾ കൊണ്ടും ചെയ്യുന്ന, നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നടക്കുന്ന പാപങ്ങളാണ്. അതെത്ര കണ്ട് ഉപേക്ഷിക്കുന്നുവോ അത്ര കണ്ട് ഈ മുസീബത്തുകളിൽ നിന്ന്, ഈ അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനനുസരിച്ചുകൊണ്ട്, അവൻ ഇഷ്ടപ്പെടാത്ത മാസിയത്തുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് അകന്ന് ശുദ്ധമായ പരിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയും മുസ്ലിം ഉമ്മത്തിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, പാപങ്ങളുടെ അപകടങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. പലപ്പോഴും ഈ ദോഷങ്ങളെല്ലാം അറിഞ്ഞിട്ടും, പലപ്പോഴും ജീവിതത്തിൽ അനുഭവിച്ചിട്ടും പിന്നെയും നമ്മൾ തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം പല പാപങ്ങളെയും നമ്മൾ നിസ്സാരമായി കാണുന്നു എന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്യുന്നവരുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതൊരു ചെറുപാപമാണല്ലോ, വൻപാപമല്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകളാണ്. അങ്ങനെയുള്ള വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടാണ് പിശാച് നമ്മെ തെറ്റുകളിലേക്ക് ക്ഷണിക്കുക. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിന്റെ ചിന്ത ഇങ്ങനെ ആവരുത്. മുൻഗാമികളായ ചില മഹാന്മാർ, താബിഈയായ ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞതായി ഇമാം ഇബ്നുൽ മുബാറക് അദ്ദേഹത്തിന്റെ കിതാബ് സുഹദിൽ ഉദ്ധരിച്ച ഒരു അഥർ കാണാം. ലാ തൻദുർ ഇലാ സിഗറിൽ ഖതീഅ, നീ ചെയ്യുന്ന തെറ്റിന്റെ ചെറുപ്പം നീ പരിഗണിക്കരുത്, ചെറിയ തെറ്റാണ് എന്ന് വിചാരിക്കരുത്. വലാകിൻ ഉൻദുർ ഇലാ മൻ അസൈത്, നീ ചിന്തിക്കേണ്ടത് ആരെയാണ് നീ ധിക്കരിക്കുന്നത് എന്നാണ്. ധിക്കരിക്കുന്നത് അല്ലാഹുവിനെയാണ്. എത്ര ചെറിയ തെറ്റാണെങ്കിലും. ഹറാമായ ഒരു നോട്ടം, അത് ഒറ്റ നോട്ടമാണെങ്കിൽ, ശഹവത്തോടു കൂടിയുള്ള ഒരു നോട്ടം, അത് ചെറുപാപമാണ്, സഗീറത്താണ്. പക്ഷേ ആരെയാണ് ധിക്കരിക്കുന്നത്? കണ്ണു താഴ്ത്താൻ കൽപ്പിച്ചത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മുടെ ശരീരമുണ്ടാക്കിയ, നമുക്ക് കാഴ്ച തന്ന, നമുക്ക് റിസ്ക് നൽകുന്ന, നമുക്ക് നാളെ പരലോകത്ത് സ്വർഗം തരണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, നരകത്തിൽ നിന്ന് നമ്മെ കാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മുടെ മരണശേഷം നമ്മുടെ മക്കളെ സംരക്ഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് കൽപ്പിച്ചത്, ഖുലുൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം. ആ കൽപ്പന ലംഘിക്കുക എന്നുള്ളത് അതത്ര ഗൗരവമുള്ളതാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഔദാര്യം എത്രമാത്രം ആസ്വദിക്കുന്നവരാണ്, അനുഭവിക്കുന്നവരാണ്, അതിനെത്രമാത്രം ആവശ്യമുള്ളവരാണ്, അവന്റെ റഹ്മത്ത് എത്ര ആവശ്യമുള്ളവരാണ് നമ്മൾ എന്ന കാര്യമാണ് നാം ചിന്തിക്കേണ്ടത്. സഹോദരങ്ങളെ, ഈ ചിന്തയില്ലാതെയായാൽ നമ്മൾ ചെയ്യുന്ന ഈ ചെറുപാപങ്ങൾ അത് കുന്നുകൂടുകയും നാളെ പരലോകത്ത് പാപ്പരായി എത്തുന്ന അവസ്ഥ നമുക്കുണ്ടാവുകയും ചെയ്യും. പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുക, അത് പാപം ഉപേക്ഷിക്കാൻ നമ്മെ സഹായിക്കും. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, വിശുദ്ധ ഖുർആനിൽ അവസാനമായി അവതരിച്ചതാണ് എന്ന് അഭിപ്രായം പല മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുള്ള, മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള ഒരു ആയത്താണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്,
അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ثم توفى كل نفس ما كسبت. പിന്നീട് എന്താണ് സംഭവിക്കുക? തിരിച്ചു മടങ്ങിച്ചെന്നാൽ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോ മനുഷ്യനും അവൻ ചെയ്തത് അവന് പൂർത്തിയായി നൽകപ്പെടും. അവന്റെ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം പൂർത്തിയായി നൽകും, ഒന്നും ഒഴിവാക്കുകയില്ല, വിട്ടുപോവുകയില്ല. ثم توفى كل نفس ما كسبت وهم لا يظلمون. ഒരക്രമവും ഒന്നുണ്ടാവുകയില്ല. ഓരോരുത്തർക്കും അവനവന്റെ അമലുകൾക്കനുസരിച്ച പ്രതിഫലം മാത്രമായിരിക്കും. ആ പ്രതിഫലം, ആ അമലുകൾക്കുള്ള പ്രതിഫലം അത് നരകമാണെങ്കിൽ, നമ്മുടെ പാപങ്ങളാണ് കൂടുതലെങ്കിൽ, അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അതാണ് ഈ മാസിയത്തുകളുടെ നഷ്ടമായി, അപകടമായി നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും അപകടം, ഏറ്റവും വലിയ നഷ്ടം നരകം. അല്ലാഹു തആല നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു, ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്നത്, വയതഅദ്ദ ഹുദൂദഹു, അല്ലാഹു നിശ്ചയിച്ച അതിരുകൾ മറികടക്കുന്നത്, യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹ, അല്ലാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും ശാശ്വതനായിക്കൊണ്ട്. വലഹു അദാബും മുഹീൻ, നിന്ദിക്കുന്ന ശിക്ഷയായിരിക്കും അവന് പരലോകത്തുണ്ടാവുക, അപമാനിക്കുന്ന ശിക്ഷയായിരിക്കും. അല്ലെ, മുഖത്ത് വലിച്ചഴച്ചുകൊണ്ടാണ്, കാലിൽ പിടിച്ച് മുഖം നിലത്തിട്ട് വലിച്ചുകൊണ്ടാണ് നരകത്തിലേക്ക് വലിച്ചെറിയുക. ഇങ്ങനെയുള്ള കടുത്ത ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. നരകത്തിലെ ശിക്ഷയുടെ അവസ്ഥ എന്താണ്? ഇന്നല്ലദീന കഫറു ബിആയാതിന സൗഫ നുസ്ലിഹിം നാറ, അല്ലാഹുവിന്റെ ആയത്തുകളെ ധിക്കരിക്കുന്നവരെ, എൻ്റെ ആയത്തുകളെ ധിക്കരിക്കുന്നവരെ ഞാൻ നരകത്തിലിട്ട് കരിക്കും. എങ്ങനെയുള്ള നരകമാണ്? കുല്ലമാ നضجت ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, അവരുടെ തൊലികൾ കരിഞ്ഞ് തീർന്നാൽ വേറെ തൊലി കൊടുക്കും. ലിയദൂഖുൽ അദാബ്, ശിക്ഷ അവർ ആസ്വദിക്കുന്നതിന് വേണ്ടി. ഇന്നല്ലാഹ കാന അസീസൻ ഹകീമ, അല്ലാഹു പ്രതാപവാനാകുന്നു, ഹിക്മത്തുള്ളവനാകുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം, പാപങ്ങളെ കൊണ്ടുള്ള ഏറ്റവും വലിയ അപകടം. ഈ അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, അല്ലാഹുവിലേക്ക് ശുദ്ധമായ തൗബ. എന്താണ് തൗബത്തുൻ നസൂഹ എന്ന് പറഞ്ഞാൽ? എല്ലാ പാപങ്ങളിൽ നിന്നുമുള്ള തൗബ. ഇതുവരെ ചെയ്തിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി അതിൽ ഖേദിക്കുക, ഇനി അത് ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുക്കുക. കഴിഞ്ഞു, പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു വരും. ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങളെ ഏകോപിച്ച കാര്യമാണ്. ഒരു മുസ്ലിം ഒരു ദിവസം ഒരേ പാപം 1000 പ്രാവശ്യം ആവർത്തിച്ച് ഓരോ പ്രാവശ്യവും തൗബ ചെയ്താൽ 1000ാമത്തെ പ്രാവശ്യവും അവന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമെന്ന കാര്യം അതിൽ തർക്കമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിക്കുകയും തെറ്റുപറ്റിയാൽ തൗബ ചെയ്യുകയും ചെയ്തുകൊണ്ട് അവന് തൃപ്തിയുള്ളതുപോലെ ജീവിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് മരണപ്പെട്ട് അവനെ കണ്ടുമുട്ടുന്ന സ്വാലിഹ്യങ്ങളായ അടിമകൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് തബാറക ഇസ്മുക വ തആല ജദ്ദുക. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.